Next topic is fiber materials. Optical fiber is a transparent and flexible fibers consist of three components. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫൈബറാണ്. അതിൽ 3 കമ്പണൻസാണ് ഉള്ളത്. കോർ, ക്ലാഡിംഗ്, കോട്ടിംഗ്. നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെ. കോർ എന്ന് പറഞ്ഞാൽ ക്യാരി ലൈറ്റ് സിഗ്നൽസ്. ക്ലാഡിംഗ് ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് ബാക്ക് ടു ദി കോർ. കോട്ടിംഗ് പ്രൊട്ടക്റ്റ് ഫ്രം ഡാമേജ്. കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫിഗറിൽ പഠിച്ചിട്ടുണ്ട്, ബഫർ. അത് ഈ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്റ്റ് ഫ്രം ഡാമേജ്. ഓക്കെ. In selecting materials for optical fibers, a number of requirements must be satisfied. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് റിക്വയർമെൻ്റ് ആണ്, ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു മേക്ക് ലോങ് തിൻ ഫ്ലെക്സിബിൾ ഫൈബേഴ്സ് ഫ്രം ദി മെറ്റീരിയൽ. നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ലോങ് തിൻ ഫ്ലെക്സിബിൾ ഫൈബേഴ്സ് ഉണ്ടാക്കാൻ പറ്റണം. അതാണ് ഫസ്റ്റത്തെ റിക്വയർമെൻറ്റ്. സെക്കൻഡ്, ദ മെറ്റീരിയൽ മസ്റ്റ് ബി ട്രാൻസ്പെറൻറ്റ്. മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. തേർഡ്, ഫിസിക്കലി കോമ്പാക്റ്റബിൾ മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ദി കോർ ആൻഡ് ക്ലാഡിംഗ് മസ്റ്റ് ബി അവൈലബിൾ. ഈ ഫിസിക്കൽ കോമ്പാക്റ്റബിൾ മെറ്റീരിയൽസ് ആയിരിക്കണം, അതിന് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം ഫോർ കോർ ആൻഡ് ക്ലാഡിംഗ്. ആൻഡ് ഫോർത്ത് വൺ, മെറ്റീരിയൽ ഷുഡ് ബി ചീപ്പ് ആൻഡ് അബണ്ടൻറ്റ്. അപ്പോൾ ഈ മെറ്റീരിയൽസ്, ഈ ഒരു റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ആണ്. Materials that satisfy these requirements are glass and plastic. The majority of fibers are made of glass. Majority fibers are made of glass വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഗ്ലാസ് ഫൈബേഴ്സ് എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ made up of oxide glasses that must common is silica or silicate. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് ഗ്ലാസ്സസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ കോമൺ ആയിട്ടുള്ളതാണ് സിലിക്ക അല്ലെങ്കിൽ സിലിക്കേറ്റ് എന്ന് പറയുന്നത്. ഗ്ലാസ് കമ്പോസ്ഡ് ഓഫ് പ്യുവർ സിലിക്ക ഈസ് റെഫേർഡ് ടു ആസ് സിലിക്ക ഗ്ലാസ്. പ്യുവർ സിലിക്ക വെച്ചിട്ടാണ് ഗ്ലാസ് കമ്പോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് സിലിക്ക ഗ്ലാസ് എന്ന് പറയും. ദ ഗ്ലാസ് ഈസ് മെയ്ഡ് ബൈ ഫ്യൂസിങ് മിക്സ്ചേഴ്സ് ഓഫ് മെറ്റൽ ഓക്സൈഡ്, സൾഫൈഡ്സ് എക്സെട്ര. മെറ്റൽ ഓക്സൈഡ്, സൾഫൈഡ്സിൻ്റെ ഒക്കെ ഒരു മിക്സ്ചറാണ് ഈ ഗ്ലാസ്. In order to produce two similar materials having slightly different refractive index for the core and cladding, various oxides are added to the silica. നമുക്കിപ്പം two materials, in order to produce two materials having slightly different refractive index, slightly different ആയിട്ടുള്ള കോറിനും ക്ലാഡിങ്ങിലും slightly different refractive index ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ ഓക്സൈഡ്സ് ആഡ് ചെയ്യേണ്ടി വരും. സിലിക്കയിൽ ഓക്സൈഡ്സ് ആഡ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ ഡോപ്പൻസ് എന്നാണ് പറയുന്നത്. These dopants can be classified into two groups. ഈ ഡോപ്പൻസ് 2 ടൈപ്സ് ഉണ്ട്. ആ ഡോപ്പൻസ് 2 ഗ്രൂപ്പ്സ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഡോപ്പൻസ് വിച്ച് ഇൻക്രീസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഡോപ്പൻസും അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുന്ന ഡോപ്പൻസും. ഡോപ്പൻസ് ഡിക്രീസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സിൻസ് ക്ലാഡിംഗ് മസ്റ്റ് ഹാവ് എ ലോവർ ഇൻഡെക്സ് ദാൻ കോർ. ക്ലാഡിങ്ങിന് എപ്പോഴും എന്തായിരിക്കും കോറിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കണം. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്ലാസ് ഫൈബേഴ്സ്. ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ലെസ് ഫ്ലെക്സിബിൾ, ഹൈ റെസിസ്റ്റൻസ് ടു ബ്രേക്കേജ് ഫ്രം തെർമൽ ഷോക്ക്. തെർമൽ ഷോക്കിന് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം ബ്രേക്കേജിൽ നിന്ന്. ഗുഡ് കെമിക്കൽ ഡ്യൂറബിലിറ്റി, യൂസേജ് ഫോർ ലോങ് ഡിസ്റ്റൻസ്, ലെസ് അറ്റന്യൂഷൻ ലോസ്, ഹൈ ട്രാൻസ്പെറൻസി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫൈബർ ലേസേഴ്സ്, ഫൈബർ ഓപ്റ്റിക് സെൻസേഴ്സ്. ഇത്രയുമാണ് പ്രോപ്പർട്ടീസ്. അതിൻ്റെ ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് ഫൈബേഴ്സ്. ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഹാലൈഡ് ഗ്ലാസ്, പിന്നെ കാൽക്കോജനൈഡ് ഗ്ലാസ്. അത് രണ്ടുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിന്നെ ആക്റ്റീവ് ഗ്ലാസ് ഫൈബേഴ്സ്. ഈ മൂന്നുമാണ് ഗ്ലാസ് ഫൈബറിന് ഡിഫറെൻറ്റ് ടൈപ്സ്. ഫസ്റ്റ് ഹാലൈഡ് ഗ്ലാസ് എന്താണെന്ന് നോക്കാം. സിർക്കോണിയം ഫ്ലൂറൈഡ് ആഡഡ് ടു ഫോം ദി ഗ്ലാസ് കോമ്പൗണ്ട്. ഇത് ആ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന കെമിക്കൽ കോമ്പൗണ്ടാണ് സിർക്കോണിയം ഫ്ലൂറൈഡ്. ദ ഫ്ലൂറൈഡ് ഗ്ലാസസ് ഹാവ് എക്സ്ട്രീംലി ലോ ട്രാൻസ്മിഷൻ ലോസ്. അതിൽ ഈ ഫ്ലൂറൈഡ് ഗ്ലാസ്സിന് ലോ ട്രാൻസ്മിഷൻ ലോസ് ആണ്. Next is chalcogenide glass. The glass fibers which contain at least one chalcogen elements for altering the thermal, mechanical and optical properties of the glass. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പേരും ഈ ഒരു പോയിൻറ്റും മാത്രം എഴുതിയാൽ മതി, വേറെ അതിൽ കൂടുതലായിട്ടൊന്നും വേണം. നെക്സ്റ്റ് ആക്റ്റീവ് ഗ്ലാസ് ഫൈബർ. ബൈ ഇൻകോപ്പറേറ്റിംഗ് റെയർ എർത്ത് ഇലമെൻറ്റ് ഇൻ ടു നോർമലി പാസീവ് ഗ്ലാസ് ഗിവ്സ് എ റിസൾട്ടിംഗ് മെറ്റീരിയൽ വിച്ച് ഹാസ് ന്യൂ ഒപ്റ്റിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. This property allows the material to perform amplification and attenuation on light. Light എന്നാണ് ഇവിടെ ഉള്ളത്.
ഇതൊരു ആക്റ്റീവ് ഗ്ലാസ് ഫൈബറാണ്, ഒരു ടിപ്പിക്കൽ ഗ്ലാസ് ആണ്. ബൈ ഇൻകോപ്പറേറ്റിംഗ് റെയർ എർത്ത് എലമെൻറ്റ് ഇൻറ്റു നോർമലി പാസീവ് ഗ്ലാസ് ഗിവ്സ് എ റിസൾട്ടിംഗ് മെറ്റീരിയൽ വിച്ച് ഹാസ് ന്യൂ ഒപ്റ്റിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അതിൽ ന്യൂ ഒപ്റ്റിക്കൽ അതേപോലെ ന്യൂ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും മതി. നെക്സ്റ്റ് പ്ലാസ്റ്റിക് ഫൈബേഴ്സ്. ദ കോർ ഓഫ് ദി പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ഐദർ പോളിമീഥൈൽ മെത്താക്രൈലൈറ്റ്. ഒരു പേരാണ്. ഈ പ്ലാസ്റ്റിക് ഫൈബർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെമിക്കൽ പേരാണത്. പോളിമീഥൈൽ മെത്താക്രൈലൈറ്റ് ഓർ എ പെർഫ്ലൂ ഓറിനേറ്റഡ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഞാൻ പറഞ്ഞുതരാം. പെർഫ്ലൂ ഓറിനേറ്റഡ് എന്നാണ്. പെർഫ്ലൂ ORI ആണ്. അവിടെ സ്പെല്ലിങ് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പെർഫ്ലൂ ഓറിനേറ്റഡ് പോളിമർ. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ഷോർട്ട് ആപ്ലിക്കേഷൻസ്. ഷോർട്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനൊക്കെ വേണ്ടിയിട്ട് ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്യുക. ഈ ഷോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ലൈറ്റർ ആൻഡ് ലോവർ ഇൻ കോസ്റ്റ്. ദേ ആർ ടെമ്പറേച്ചർ സെൻസിറ്റീവ്. അത്ര എഴുതിയാൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് മാത്രം മതി. ആൻഡിൻ്റെ നെക്സ്റ്റ് സെൻറ്റൻസ് എഴുതേണ്ട. ടെമ്പറേച്ചർ സെൻസിറ്റീവ്. ദേ ആർ ടഫ് ആൻഡ് ഡ്യൂറബിൾ. മെക്കാനിക്കൽ സ്ട്രെങ്ത് ഈസ് ഹൈ. യൂസ്ഡ് ഇൻ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ഇൻ സെൻസേഴ്സ്. മോർ ഫ്ലെക്സിബിൾ. യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്. മോർ അറ്റന്യൂഷൻ ലോസ്. ഇത്രയാണ് പ്ലാസ്റ്റിക് ഫൈബേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്.